ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വൃശ്ചിക മാസത്തിൽ എന്തൊക്കെ സ്പിരിച്വൽ മെസ്സേജാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. ഈ ഒരു മാസത്തിൽ ഈ 1-ാം തീയതി 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ട എന്ത് മാർഗനിർദ്ദേശമാണ് യൂണിവേഴ്സ് തരുന്നത്. ഡിസ്റപ്ഷൻ. ഈ ഒരു കാർഡ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ, ഘടനാപരമായ ചില മാറ്റങ്ങൾ വരുമ്പോഴാണ്. നിങ്ങളൊരു ശരിക്കും ഒരു സ്പിരിച്വൽ ജേണിയിൽ ആണ്. അതിൻ്റെ തുടക്കത്തിലാണ് ഇങ്ങനെ ഒരു കാർഡ് 90% പേർക്കും ലഭിക്കുന്നത്. നിങ്ങളുടെ നിലവിലുള്ള വ്യക്തിത്വം, നിങ്ങളുടെ സാഹചര്യങ്ങൾ എല്ലാം മാറി നിങ്ങളൊരു പുതിയ ഒരു പാതയിലേക്ക്, അതും പോസിറ്റീവായൊരു പാതയിലേക്ക് ഉള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ അവബോധം വർദ്ധിക്കുന്നു. ഇൻറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടുന്ന ചില അറിവുകളാണ്. പെട്ടെന്ന് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഇങ്ങനെ നടക്കൂ എന്ന് നമ്മുടെ മനസ്സിലൊരു വിചാരം പെട്ടെന്നൊരു മിന്നായം പോലെ വരും. അത് ശരിക്കും യൂണിവേഴ്സ് നമ്മളുടെ സോളിൽ, നമ്മുടെ ആത്മാവിലൂടെ നമുക്ക് തരുന്ന ഒരു സന്ദേശമാണ്. ഈ സന്ദേശങ്ങൾ ശ്രദ്ധിക്കാൻ പഠിക്കണം. അതെങ്ങനെയാണ് ഇൻറ്റ്യൂഷൻ കൂടുതൽ ശക്തമാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സൈലൻ്റ് ആക്കണം മെഡിറ്റേഷനിൽ കൂടെ. അപ്പോൾ തെളിഞ്ഞ വെള്ളം പോലെ മനസ്സാവുമ്പോൾ അടിത്തട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയറായി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ മനസ്സ് ടെൻഷൻ, ഉത്കണ്ഠ, പ്രശ്നങ്ങൾ ഇതേക്കൊണ്ടൊക്കെ ആകെ കലുഷിതമാണ്. അപ്പോൾ ഇങ്ങനെ ഓളം നിറഞ്ഞ വെള്ളം മാതിരിയാണ് മനസ്സ്. അപ്പോൾ അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിലുള്ള ആ ഒരു നിധി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കി കഴിഞ്ഞാൽ ഉള്ളിൽ ഉള്ള യാഥാർത്ഥ്യം, സത്യത്തിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ആ ഒരു പാതയിലേക്കുള്ള യാത്രയിലാണ് നിങ്ങളിപ്പോൾ. ഒരു കാർഡും കൂടി എടുക്കാം. മെൻ്റൽ കോൺഫ്ലിക്റ്റ്. സ്പിരിച്വൽ ജേണിയിലുള്ളവർക്കുള്ള ഒരു പ്രധാന ഒരു പ്രശ്നമാണിത്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പല സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് പല ഡയറക്ഷൻസ് കിട്ടും. ഏത് ഫോളോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഒരു ടോട്ടൽ കൺഫ്യൂഷനുള്ള ഒരു അവസ്ഥയാണ് തുടക്കത്തിൽ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക. ആ ഒരു അവസ്ഥ മാറ്റാൻ വേണ്ടി നമ്മൾ ഉത്തരങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുന്നിടത്താണ് നമ്മുടെ സ്പിരിച്വൽ ജേണി ആരംഭിക്കുന്നത്. ഒരു ഉത്തരം ലഭിക്കുമ്പോൾ അതിൽ നിന്ന് അടുത്ത ചോദ്യം വരും. അങ്ങനെ ആ യാത്ര അവസാനം യഥാർത്ഥ സത്യത്തിൽ എത്തിച്ചേരുന്നത് വരെ നമുക്ക് തുടരേണ്ടി വരും. അടുത്തതായിട്ട് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്, ഈ ജേണി തുടർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്, നിങ്ങളുടെ സ്വത്വം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്നാണ് പറയുന്നത്. ഫൈനലി ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ്. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ആ മനസ്സിനോളം പവർഫുള്ളായിട്ടുള്ള ഒരു ഉപകരണം വേറെ ഇല്ല. ശരിക്കും അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, ബോധ്യ മനസ്സ്, അങ്ങനെ 3 ലെവലിലാണ് സാധാരണ മനസ്സിനെ പറയുക. ഈ ഉപബോധ മനസ്സിൻ്റെ പവർ അത് അപാരമാണ്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റേഷൻസ് നടത്തി കഴിഞ്ഞാൽ അവ സാധിക്കാനുള്ള നല്ലൊരു സമയമായിട്ട് കൂടിയാണ് കാണുന്നത്. Help is on the way. You will get answers to all your questions. Do not worry, you will soon receive help. സ്പിരിച്വൽ ജേണിയിൽ ഒരുപാട് വേദനയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കുണ്ടായിരിക്കും. പക്ഷേ യൂണിവേഴ്സാണ് നിങ്ങളുടെ ഗുരു. നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് നിങ്ങൾ അഭ്യർത്ഥിക്കുക. അതേതെങ്കിലും തരത്തിൽ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കും. ഒന്നുകിൽ യൂട്യൂബിൽ നിന്നുള്ള എന്തെങ്കിലും മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ചോദ്യത്തിലുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. Be positive. Know that every bad and unwanted happening is a divine plan working. Wait for the right time. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും, ദൈവമേ എന്താണ് എനിക്കിങ്ങനെ വന്നത്, ബാക്കി ആർക്കും ഇല്ലാതെ ഇത്തരം കഷ്ടപ്പാടുകൾ അത് എനിക്ക് മാത്രം വന്നത്. ഞാൻ വളരെ സത്യസന്ധമായ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും വിഷമിപ്പിക്കാതെ, മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് പോലും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ടാവും. കൂടുതൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, സ്പിരിച്വൽ ജേണിയിലുള്ളവർക്ക് മറ്റുള്ളവരെയൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അത് കുറേയൊക്കെ നിങ്ങളുടെ പഴയ പാസ്റ്റ് ലൈഫ് കർമ്മ ക്ലിയർ ചെയ്ത് പോകുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ പുതിയ ഒരു പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത്. പക്ഷേ അത് നമ്മളെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഡിവൈൻ പ്ലാൻ ആണെന്ന് മനസ്സിലാക്കി
അതിന് സറണ്ടർ ചെയ്ത് കൊടുക്കുക. വജ്രം തിളങ്ങണമെങ്കിൽ എത്രത്തോളം അതിനെ കട്ട് ചെയ്ത് പോളിഷ് ചെയ്യണമെന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ ഈശ്വരൻ നമ്മളെ തിളങ്ങാൻ വേണ്ടി, വജ്രത്തിനെ പോലെ തിളങ്ങാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. അവസാനമായിട്ട് മേക്ക് ദ റൈറ്റ് ചോയ്സ്. ബി ഹംബിൾ ഇൻ ഓൾ യു ഡു. വാനിറ്റി ബ്രീഡ്സ് സിക്നെസ്. മേക്ക് ദ റൈറ്റ് ചോയ്സ്. യഥാർത്ഥത്തിൽ ഉള്ള ചോയ്സ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് യുദ്ധത്തിന് കൃഷ്ണനെ ക്ഷണിക്കാൻ വേണ്ടി രണ്ട് പക്ഷത്തെയും അർജുനനും ദുര്യോധനനും വന്നിരിക്കുന്ന ഒരു രംഗമാണിത്. ഇതിൽ ബുദ്ധിപൂർവ്വം കൃഷ്ണൻ പാണ്ഡവരുടെ പക്ഷത്തേക്ക് മാറാനുള്ള അടവുകളെടുത്തു. റൈറ്റ് ചോയ്സ് എടുക്കാനാണ് പറയുന്നത് നിങ്ങളുടെ അടുത്ത്. അതായത് വിനയമുള്ളവരായിരിക്കുക. നമ്മളുടേതായതൊന്നും ഇല്ല, എല്ലാം നമുക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ളതാണ്, ദാനമായി തന്നിട്ടുള്ളതാണ്. എന്ത് കഴിവുകളുണ്ടെങ്കിലും, എന്ത് നല്ല സാഹചര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും എല്ലാം അത് യൂണിവേഴ്സ് തന്നിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി വിനയത്തോടു കൂടി പെരുമാറാനാണ് പറയുന്നത്. താങ്ക് യു.